എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ബയോളജി നല്ല എളുപ്പമായിരുന്നു. ബാക്കി ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. പഠിച്ച പോലെ തന്നെയാണോ ക്വസ്റ്റ്യൻസ് വന്നത്? അതെ അതെ, എല്ലാ ക്വസ്റ്റ്യനും ടൈമിനനുസരിച്ച് ചെയ്യാൻ പറ്റിയോ ഫിസിക്സും കെമിസ്ട്രി? പറ്റി. ടൈമിനനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻട്രൻസിന് സമയത്ത് എന്തെങ്കിലും പ്രൊസീജിയറിന് സമയം കൂടുതൽ എടുക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എല്ലാം നോർമലായിട്ട് തന്നെയായിരുന്നു. വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെയായിരുന്നു എല്ലാം നടന്നത്. എക്സാം ഹോളിൽ എങ്ങനെ ചൂടുണ്ടായിരുന്നു? പരീക്ഷയുടെ ചൂടുണ്ടായിരുന്നു, അതല്ലാതെ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു ഇവർ ഒരുക്കി തന്നത്. കുഴപ്പമില്ലായിരുന്നു. കൂളായിട്ട് അപ്പോൾ എക്സാം എഴുതാൻ പറ്റി? പറ്റി. അപ്പോൾ ഇനി മാർക്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണോ? അതെ. അപ്പോൾ നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നന്നായിട്ട് എഴുതാൻ പറ്റിയോ? എഴുതിയിട്ടുണ്ട്. അത് ഫേസിൽ തന്നെ കാണാൻ വരുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചെല്ലാം വന്നോ? പഠിച്ച ഓൾമോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബയോളജി സിമ്പിളായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ബയോളജി ആയിരുന്നു. എനിക്ക് സിമ്പിൾ ബയോളജി ആയിരുന്നു. ബയോളജി തന്നെ ബോട്ടണിയാണോ സുവോളജി ആണോ? ബയോളജി ബോട്ടണിയും സുഖമായിരുന്നു, സുവോളജിയും സുഖമായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം എടുത്തു എന്ന് തോന്നിയത് ഏത് സബ്ജക്റ്റിനാ? ബയോളജിക്ക് തന്നെ. ബയോളജി ചെയ്യാനാണ് സമയം എടുത്തത്. ഫിസിക്സ് കെമിസ്ട്രിയും പെട്ടെന്ന് ചെയ്തോ? അങ്ങനെ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യുള്ളൂ. ഓൾമോസ്റ്റ് എനിക്ക് ബയോളജി ആയിരുന്നു എളുപ്പം, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അത് മൊത്തം ചെയ്തിട്ടുണ്ട്. മോളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായോ? സന്തോഷമായി. എളുപ്പമെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായോ? ആയി. കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നേ, അതുകൊണ്ടൊരു വിഷമം വന്നു. എന്നാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഇവിടെ കയറിയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പ്രൊസീജിയറിന്? ഇല്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചൂടിന്റെ പ്രശ്നങ്ങൾ? കുഴപ്പമില്ല, ഞങ്ങൾ തണലത്തൊക്കെ ഇരുന്നു, കുഴപ്പമില്ലാതെ. വലിയ വെയിലില്ലായിരുന്നല്ലോ ഇന്ന്, വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പം നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് തന്നെ കിട്ടട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ എക്സാം കഴിഞ്ഞതേ രണ്ടുപേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് ചോദിക്കുക എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ഒരു ആവറേജ് എക്സാം പോലെ. നമുക്ക് ജോർജ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓൺ ആവറേജ് എളുപ്പമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നന്നായിട്ട് എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു മോൻ എക്സാം? ഓൾമോസ്റ്റ് സെയിം. ആ അവസാനത്തെ റിഹേഴ്സൽ അതുപോലെ ഉണ്ടായിരുന്നു. പേപ്പർ വലിയ വ്യത്യാസം തോന്നിയില്ല. എഴുതിയപ്പോൾ ആ ഫ്ലോയിൽ തന്നെ കറക്റ്റ് സമയവും ടൈമിങ് കറക്റ്റ് പോലെ മാനേജ് ചെയ്തായിരുന്നു അവിടെ എഴുതിയപോലെ. അപ്പം 3 സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ എളുപ്പം ഏതായിരുന്നു? എനിക്ക് പേഴ്സണലി ഫിസിക്സ് കുറച്ചുകൂടെ ഇഷ്ടം. പിന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തോന്നിയത് ഫിസിക്സ് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എളുപ്പമായിട്ട് കുറച്ചുകൂടെ തോന്നിയത് സുവോളജിയാണ്. എനിക്ക് ഫിസിക്സ് ആയിരുന്നു എളുപ്പം. ഉള്ളതിൽ ഫിസിക്സ് ആയിരുന്നു ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ബ്രില്യൻറ്റിൽ കുറേ മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പം അതിനേക്കാളും ടഫായിരുന്നോ അതെയോ അതിനേക്കാളും താഴെയായിരുന്നോ? ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റിയോ ക്വസ്റ്റ്യൻസ് ഒക്കെ? എനിക്ക് ഏകദേശം ആ മോഡൽ എക്സാമിൻ്റെ ആ ഒരു ഇത് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ മോഡൽ എക്സാം എഴുതിയോണ്ട് മാത്രം കിട്ടിയായിരുന്നു. പിന്നെ ബിഗ് താങ്ക്സ് ടു ബ്രില്യൻ ടീം ആൻഡ് താങ്ക്സ് എ ലോട്ട് ടു മൈ പാരൻസ് ആൻഡ് ഗോഡ്. നമ്മൾ ബ്രില്യൻറ്റ് നടത്തിയ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഇന്നലെ എഴുതിയ റിഹേഴ്സലിൽ ഒരു ക്വസ്റ്റ്യൻ സെയിം ഉണ്ടായിരുന്നു. ഒരു സെയിം ക്വസ്റ്റ്യൻ കിട്ടി. ബാക്കി കുറേയൊക്കെ സിമിലർ സെയിം ടൈപ്പ്, വാല്യൂ ഒക്കെ മാറി വ്യത്യാസമേ ഉള്ളൂ. ഫിസിക്സൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ട് എഴുതിയ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. നല്ലതായിരുന്നു. ബ്രില്യൻ്റ് ആ പേപ്പറൊക്കെ എഴുതിയോണ്ടൊരു ഗുണമുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കൊക്കെ കിട്ടട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.